أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض وعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ ആയത്ത്. സാബിഖൂ, നിങ്ങൾ മുൻകടക്കുക, നിങ്ങൾ മുന്നോട്ട് വരിക, നീ മത്സരിച്ച് വരുവിൻ. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും വ ജന്നത്തിൻ, സ്വർഗത്തിലേക്കും നിങ്ങൾ മത്സരിച്ച് വരിക. അർളുഹ, ആ സ്വർഗത്തിൻ്റെ വിശാലത, വിസ്താരം, കഅർളി സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വിസ്താരം പോലെയാണ്. ഉഇദ്ദത്ത്, ആ സ്വർഗത്തെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി, അള്ളാഹുവിലും മുർസലീങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. യുതീഹി, അവൻ അതിനെ നൽകും. മയ്യശാ, അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ അതിനെ നൽകുന്നു. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം, അള്ളാഹു വലിയ ഔദാര്യമുടയവനാണ്. നമുക്ക് ആ ആയത്തിൻ്റെ തഫ്സീർ റാസി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞതല്ലോ, ആദ്യത്തെ മുന്നേ ആയത്തിൽ പറഞ്ഞാൽ ഈ ദുനിയവിയായ ജീവിതം എന്നുള്ളത് കളിയും വിനോദവും അതുപോലെ തന്നെ ഭംഗിയാക്കലും നിങ്ങൾക്കിടയിലെ പരസ്പരം പവർ കാണിക്കലും പെരുപ്പം കാണിക്കലാന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് പറയാണ് അള്ളാഹ് സുമ്മ കാലത്ത, പിന്നെ അള്ളാഹ് പറഞ്ഞു, നിങ്ങളെന്ത് ചെയ്യുക, സ്വർഗത്തിലേക്ക് മുന്നേറുവിൻ. വൽ മുറാദ്, ഉദ്ദേശം കാന്നഹു തആല, അള്ളാഹു തആല ആയതുപോലെയുണ്ട്. കാല, പറഞ്ഞതുപോലെയുണ്ട്. ലിതക്കുൻ മുഫാഖറത്തുക്കും, നിങ്ങളുടെ ഈ പവർ കാണിക്കലും, വ മുക്കാസറത്തുക്കും, നിങ്ങളുടെ ആ പെരുപ്പം കാണിക്കലും പെരുമ കാണിക്കലും ആകണം. ഫി ഗൈരി മാ അൻതും അലൈഹി, ഫി ഗൈരി മാ, ഒന്നല്ലാത്തതിലാകണം. അൻതും അലൈഹി, നിങ്ങൾ ആ ഒന്നിൻ്റെ മേലാണ്. അങ്ങനത്തെ നിങ്ങൾ ആയിരിക്കുന്ന ഒന്നല്ലാത്തതിലാകട്ടെ. ബൽ ഇഹ്റിസു, നിങ്ങൾ ഹെർസ് വെക്കുക, നിങ്ങൾ ഇച്ഛ വെക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാഗ്രഹം കാണിക്കണം. അലാൻ തക്കൂന മുസാബഖത്തുക്കും, നിങ്ങളുടെ മത്സരിക്കൽ ഫി തൊലബിൽ ആഖിറ, ആഖിറത്തെ തേടുന്നതിലാകണം നിങ്ങളുടെ മുന്നേറ്റം. അപ്പോൾ നിങ്ങളുടെ മത്സരം ആഖിറത്തെ തേടുന്നതിലാകണം. വാലം, നീ അറിയണം, അന്നഹു തആല, അല്ലാഹു തആല അമറ, കൽപ്പിച്ചു, ബിൽ മുസാറാത്തി, നിങ്ങൾ മുസാറാത്ത് വേണം, ധൃതിയിൽ വരണം, മുന്നേറണം എന്നുള്ള, ധൃതിയാകണമെന്ന് പറഞ്ഞല്ലോ. ഫി ഖൗലിഹി വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പാപഭോജനത്തിലേക്ക് നിങ്ങൾ ധൃതിയാകണമെന്ന് ആലിമ്രാനിലെ 133-ാമത്തെ ആയത്തിൽ. ഇവിടെ പറഞ്ഞെന്താണ്? സാബിഖു എന്നാണ്. ആലിമ്രാനിലുള്ള പറഞ്ഞെന്താ? സാരിഉ, നിങ്ങൾ ഉളരുക, ധൃതി ഓടുക. സുമ്മ ശറ ഹാഉന, പിന്നെ അള്ളാഹു താല ഇവിടെ വിശദീകരിച്ചു കൈഫിയത്ത തിൽക്കൽ മുസാറത്തി, ആ മുസാറ ധൃതിയാകുന്നതിൻ്റെ രൂപമുള്ള വിശദീകരിക്കുകയാണ്. ഫഖാലണ്ടല്ല പറഞ്ഞു, സാബിഖു, നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നേറുക, മുന്നോട്ട് വരിക, മത്സരിച്ച് വരുവീൻ. മുസാറത്തൽ മുസാബിഖീന, മത്സരിക്കുന്നവരുടെ മുന്നേറൽ. ലി അഖ്റാൻ, അവരുടെ മത്സരിക്കുന്നവരുടെ ആ കൂട്ടരോട്. ഫിൽ മിളുമാരി, മത്സര മൈതാനിയിൽ, അവ പന്തയ മൈതാനത്തിൽ അല്ലെങ്കിൽ ഓട്ടക്കളത്തിൽ അവൻ്റെ കൂടെയുള്ള ആളുകളോട് മുന്നേറുന്നവൻ്റെ ഉളരൽ എന്ത് ചെയ്യുക, ധൃതിയിൽ മുന്നേറുക. വ ഖൗലുഹു, അള്ളാഹിൻ്റെ കൗലുണ്ടോ, ഇലാ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞല്ലോ, ഐ ഫീ മസ്അലത്താൻ. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപമോചനത്തിലേക്ക് മുന്നേറുക എന്ന് പറഞ്ഞപ്പോൾ അവിടെ അതിൽ 2 മസലുണ്ട്. ഒന്ന് അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസല, ലാ ശക്ക, സംശയമില്ല, അന്നൽ മുറാദ മിൻഹു, ഇതിനായുള്ള മുറാദ്, ഇവിടെ മഗ്ഫിറത്ത് കൊണ്ടുള്ള മുറാദ് അൽ മുസാറാത്തു, മുസാറാത്താണ്, ഓടലാണ് അല്ലെങ്കിൽ ധൃതിയാകലാണ്. ഇലാമ, ഒന്നിലേക്ക്, യൂജിബുൽ മഗ്ഫിറത്ത, പാപമോചനത്തെ നിർബന്ധമാക്കുന്ന കാര്യത്തിലേക്ക് ഉളരലാണ്. ഫഖാല ഖൗമുൻ, അപ്പോൾ ചില കൗമ് പറഞ്ഞു, അൽ മുറാദു സാബിഖു ഇല തൗബാൻ, തൗബയിലേക്ക് നിങ്ങൾ മുൻകടക്കുക. വഖാല ആഖറൂന, മറ്റു ചിലർ പറഞ്ഞു, അൽ മുറാദു, ഉദ്ദേശം സാബിഖു ഇലാ സായിരി മാ കുല്ലിഫ്തും ബിഹി,
നിങ്ങൾ മുൻകടക്കുക ഇലാ സായിരിമ ഒന്നല്ലാത്തതിലേക്ക് കുല്ലിഫ്തും ബിഹി നിങ്ങളോട് കീർത്തിക്കപ്പെട്ട ഒന്നല്ലാത്തതിലേക്ക് നിങ്ങൾ മുൻകടക്കുക. ഫദഖല ഫീഹി തൗബത്തു അപ്പോൾ അതിൽ തൗബയും കടന്നു. വഹാദ അസഹ് ഈ പറഞ്ഞതാണ് അസഹ് ലിഅന്നൽ മഗ്ഫിറത വൽ ജന്നത കാരണം പാപമോചനവും സ്വർഗവും ലാ യുനാലാനി അത് രണ്ട് എത്തിക്കപ്പെടൂല ഇല്ലാ ബിൻതിഹാഇ അൻ ജമീൽ മാസി എല്ലാ ദോഷങ്ങളെ തൊട്ടും അവസാനിപ്പിക്കൽ കൊണ്ടല്ലാതെ. എല്ലാ ദോഷങ്ങളും ഒഴിവാക്കിയാൽ എല്ലാ സ്വർഗവും മഗ്ഫിറത്തും പാപമോചനവും ലഭിക്കൂലല്ലോ. വൽ ഇസ്തിഗാലി ബികുല്ലി ത്വാഅത്തി എല്ലാ വഴിപ്പെടലും കൊണ്ട് ജോലിയാകൽ കൊണ്ടല്ലാതെ സ്വർഗവും പാപമോചനവും ലഭിക്കൂല. ഇനി അൽ മസ്അലത്തു സാനി രണ്ടാമത്തെ മസാല ഇഹ്തജൽ ഖായിലൂന തെളിവ് പിടിച്ചു പറയുന്ന ആളുകൾ ബി അന്നൽ അംറ യുഫീദുൽ ഫൗറ ബിഹാദിൽ ആയത്തി അമ്ര കൽപ്പന യുഫീദുൽ ഫൗറ അത് ഫൗറിനെ ഈ ആയത്ത് കൊണ്ട് ഫൗറിനെ അത് ഫായ്ദപ്പിക്കുന്നുണ്ട്. ഫക്കാലുണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞു ഹാദിൽ ഈ ആയത്ത് ദല്ലത്ത് അറിയിക്കുമല്ല ബുജൂൽ മുസാറത്ത് നിർബന്ധമാണ്. അതായത് പെട്ടെന്ന് മുസാറത്ത് വേണം, പെട്ടെന്ന് എന്ത് ചെയ്യണം നല്ല കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ ഫാജബ നിർബന്ധമായി യക്കൂന തറാഹി മഹദൂറൻ പിന്തൽ അത് വിലങ്ങപ്പെട്ടതാണ്. പിന്തലെന്തായി വിലങ്ങപ്പെട്ട കാര്യമായി. അമ്മ കൗലുഹു തബല്ലാൻ്റെ കൗലുണ്ടല്ലോ വജന്നത്തിൻ സ്വർഗത്തിലേക്കും നിങ്ങൾ ഉളരണം. അർലുഹ അതിൻ്റെ സ്വർഗത്തിൻ്റെ വിശാലത കർദി സമായി വല്ലർലി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും വിശാലത പോലെയാണ്. ആ കൗലിൽ വഖാലഫി ആലിമ്രാൻ അല്ല പറഞ്ഞ എന്താണ് വജന്നത്തിൻ ആ സ്വർഗത്തിലേക്കും നിങ്ങൾ മുൻകടക്കുക. അർലുഹ സമാവാത്തു അതിൻ്റെ വീതി അതിൻ്റെ വിശാലത ആകാശങ്ങളും വല്ലർലു ഭൂമികളുമാണെന്ന് പറഞ്ഞു. ഫദക്കറു ഫീ വുജൂബൻ അവർ അതിൽ പറഞ്ഞ് പല വജഹുകൾ പറഞ്ഞു. പിന്നെ സ്വർഗത്തെ പറ്റി പറയും. അഹദ് ഒന്നാമത്തേത് അന്ന സമാവാത്തി സഭ 7 ആകാശവും വല്ല അർദീന സഭ 7 ഭൂമിയും ലൗ ജുഇലത്ത് അതിനെ ആക്കപ്പെട്ടാൽ സഫാഹിഫ അതിനെ പരത്തി അത് ഏടുകളാക്കിയാൽ വൗസിൽഫത്ത് ബാലുഹ അതിനെ ചിലതിലേക്ക് ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് വെച്ചു. എന്നാൽ ലക്കാനത്തിൽ ജന്നത്തു അപ്പോൾ ആകാശങ്ങളെ 7 ഭൂമിയെയും ഇപ്പോൾ പരത്തി വെച്ചിട്ട് ഒന്നിനെ മറ്റതിലേക്ക് ചേർത്താൽ ലക്കാനത്തിൽ ജന്നത്തു ആ സ്വർഗമാകും ഫി അർലിഹ അതിൻ്റെ വിശാലതയിലാകും. അപ്പോൾ 7 ആകാശവും ഭൂമിയും പരത്തി വെച്ചാൽ അത്ര ഉണ്ടാകും സ്വർഗമെന്നാണ് പറഞ്ഞത്. ഹാദാ കൗലു മുഖാത്തിൽ ഈ പറഞ്ഞ മുഖാത്തിലിൻ്റെ കൗലാണ് കേട്ടോ. അപ്പോൾ സാനിഹ രണ്ടാമത്തേത് കാല അത്താവൻ എന്നവർ പറഞ്ഞു അനിബിന് അബ്ബാസിനെ തൊട്ട് അത്താ എന്നവർ പറഞ്ഞു എന്താണെന്നറിയോ? അത്താ എന്നവരെന്താ പറഞ്ഞത്? യുരീദു അന്നലിക്കുല്ലി വാഹിദിൻ അള്ളാഹ് ഉദ്ദേശിക്കുന്നു അന്നലിക്കുല്ലി വാഹിദ് ഓരോരുത്തർക്കും ഉണ്ട് മിനൽ മുത്തഈന വഴിപ്പെടുന്ന ഓരോരുത്തർക്കും ഉണ്ട് ജന്നത്തൻ ബിഹാദി സിഫ ഈ വിശേഷണമുള്ള സ്വർഗമുണ്ടാകും ഓരോരുത്തർക്കും. 7 ആകാശത്തിൻ്റെയും ഭൂമിൻ്റെയും വിശാലതയുള്ള സ്വർഗം ഉണ്ടാകും. വസാലിസുഹ മൂന്നാമത്തേത് ഖാല സുദ്ദി പറഞ്ഞതാണ് അല്ലാഹു തആല ശബ്ബഹ അള്ളാഹു അർലൽ ജന്നത്തി സ്വർഗത്തിൻ്റെ വീതി അല്ല സാദൃശ്യമാക്കി ബി അർലി സമാവാത്തി സബി വൽ അർലീന സബി 7 ആകാശങ്ങളോട് 7 ഭൂമിയുടെയും വീതിയോട് വിശാലതയോട് സാദൃശ്യമാക്കി. വലാശക്ക സംശയമില്ല അന്ന തൂലഹ അപ്പോൾ ആ സ്വർഗത്തിൻ്റെ നീളം അസിയദ് മിൻ അർലിഹ വർദ്ധിക്കും മിൻ അർലിഹ അതിൻ്റെ വീതിയേക്കാൾ വർദ്ധിക്കുമെന്നത് സംശയമില്ലല്ലോ. അപ്പോൾ ഫദക്കറൽ അർല അപ്പോൾ അല്ല എന്തിനാ വീതി പറഞ്ഞത് വിശാലത പറഞ്ഞത്? അത് തമ്പീഹന അത് ഉണർത്താൻ വേണ്ടിയാണ്. അലാന്ന തൂലഹ ആ സ്വർഗത്തിൻ്റെ നീളം അള്ളാഹു ദാലിക ഇതിനേക്കാൾ ഇരട്ടിയായിരിക്കുമെന്ന് ഉണർത്താൻ വേണ്ടിയാണ്. വറാബിഹ നാലാമത്തേത് അന്നഹദ തംസീറൻ ലിൽ ഇബാദി ഇത് അടിമകൾക്കൊരു ഉപമപ്പെടുത്തി കൊടുക്കലാണിത്. ബിമാ യഖിലൂനഹു അവർ മനസ്സിലാക്കുന്നത് കൊണ്ടിട്ട് സാദൃശ്യമാക്കിയതാണ്.
വയഖൗഫി നുഫൂസിഹിം വഫ്കാർ, അവരുടെ ചിന്തയിൽ സംഭവിക്കുന്ന ഒന്നിനോട് ഒന്നുകൊണ്ടിട്ട് അടിമകൾക്ക് സാദൃശ്യമാക്കിയതാണ്. കാരണം എന്താ, വാക്സറുമായ യഖൗഫി നുഫൂസിഹിം, അവരുടെ അവരിൽ സംഭവിക്കുന്ന ഏറ്റവും അധികരിച്ചത് മിഖ്ദാറു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ അളവാണല്ലോ. അപ്പോൾ ആ നിലക്ക് പറഞ്ഞതാണ്. വഹാദ ഖൗലു സജ്ജാജ്, ഈ പറഞ്ഞത് സജ്ജാജിൻ്റെ കൗൽ. അപ്പോൾ നാലാമത്തെ കൗല് സജ്ജാജ് പറഞ്ഞു. വഖാമിസു, അഞ്ചാമത്തേത് വഹു ഇഖ്തിയാർ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് തങ്ങൾ മുഖ്താറാക്കിയ അഭിപ്രായം എന്താണത്, അന്ന ജിനാൻ അർബാത്തുൻ, സ്വർഗം 4 കാലത്ത് അള്ളാഹ് പറഞ്ഞു വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അള്ളാഹുവിൻ്റെ സ്ഥലത്ത് നിൽക്കുമെന്ന് പേടിക്കുന്ന ആൾക്ക് ജന്നത്ത് 2 സ്വർഗമുണ്ട്. അവർക്ക് 2 സ്വർഗമുണ്ടെന്ന് സൂറത്തുർ റഹ്മാനി പറഞ്ഞു. വമിൻ ദൂനിഹിമ ജന്നത്താൻ, അതുകൂടാതെ മറ്റ് 2 സ്വർഗം, അപ്പോൾ 4ആയി. ഫൽ മുറാദു ഹാഹുന, അപ്പോൾ ഇവിടെ ഉദ്ദേശം തഷ്ബീഹു വാഹിദത്തി മിൻ തിൽക്കൽ ജിനാൻ, ഈ സ്വർഗങ്ങളിൽ നിന്നുള്ള ഒന്നിനെ സാദൃശ്യമാക്കലാണ് ഫിൽ അർളി, അതിൻ്റെ വീതിയിൽ, വിസ് സമാവാത്തി സബി വൽ അർളീന സബി, 7 ആകാശങ്ങളോട് 7 ഭൂമിയോടും അർളിൽ അതിനെ സാദൃശ്യമാക്കലാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പോൾ സ്വർഗം 4 സ്വർഗമുണ്ട്, അപ്പോൾ ഓരോ സ്വർഗത്തിനും ഇത്ര വിശാലതയുണ്ട് എന്നാണ്. സുമ്മകാലത്താൽ പിന്നെ അള്ളാഹ് പറഞ്ഞല്ലോ ഒയ്ദത്ത്, അതിനെ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ലില്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുലും റസൂലിലും മുർസലീങ്ങളിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടു എന്നല്ല പറഞ്ഞത്. ഒഫിഹി മസാൽ, ഈ പറഞ്ഞത് ചില മസാലകൾ. അൽ മസലത്തുൽ ഊല, ഒന്നാമത്തെ മസല, ഇഹ്തജ ജുംഹൂറു അസ്ഹാബി ബിഹാ, ജുംഹൂറുൽ അസ്ഹാബ്, ആ അസ്ഹാബുകളിൽ നിന്ന് മുഖ്യ ആളുകളും തെളിവ് പിടിച്ചു ബിഹാദ, ഇതുകൊണ്ട്, ഈ ആയത്ത് കൊണ്ട്, അല അന്നൽ ജന്നത്ത മഖ്ലൂഖത്തൻ, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടതാണ്, ഇപ്പം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ലോകം ഖിയാമത്ത് നാളിൽ ലോകം നശിപ്പിച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് സൃഷ്ടിക്കുന്നതല്ല, ഇപ്പോൾ തന്നെ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തെളിവ് പിടിച്ചു. വഖാലത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കാർ പറഞ്ഞു, മുഅ്തസില വിഭാഗം പറഞ്ഞു എന്താ, ആദിൽ ആയത്ത്, ഈ ആയത്തിൽ ആയുംകിനു സാധ്യമാകുകയില്ല ഇജ്റാഉ, അതിന് നടത്തൽ, അല്ല ലാഹിരിഹ, ഇതതിൻ്റെ ലാഹിർ പ്രകാരം നടത്താൻ ശരിയാകൂല, ഇതിൻ്റെ ലാഹിറിലുള്ള അർത്ഥം വെക്കാൻ പറ്റൂല. ലി വജഹിനി, 2 കാരണമുണ്ട്. എന്താ, അല്ല പോലും ഒന്നാമത്തെ ന്യായം, അന്ന ഖൗലുഹു തആല, അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, ഉക്കുലുഹ ദായിമൻ, അതിൽ ഭക്ഷിക്കൽ ദായിമൻ നിത്യമാണെന്ന് പറഞ്ഞു. ആ കൗല് എതിലത് അറിയിക്കും, അല അന്ന മിൻ സിഫത്തിഹ, അല അന്ന, അതിൻ്റെ സിഫത്താണല്ലോ ബാദ ബുജൂദിഹ, അത് ഉണ്ടായതിന് ശേഷം അല്ല യഫ്ന, അത് നശിക്കൂല എന്നല്ലേ. ലാക്കിന്ന, എങ്കിലും അത് ലൗ കാനത്തിൽ ആന, അത് ഇന്നേരം ഉണ്ടെങ്കിൽ മൗജൂദത്തൻ, ഇന്നേരം അത് ഉണ്ട്, ഇന്നേരം അപ്പോൾ ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ ഫനിയത്ത്, അത് നശിക്കുമല്ലോ. ബി ദലീലി കൗൽ, അള്ളാഹിൻ്റെ കൗലുണ്ടല്ലോ, കുല്ലു ഷൈഇൻ ഹാലിക്കുൻ ഇല്ലാ വജഹു, അള്ളാഹ് ഒഴികെ എല്ലാം നശിക്കുമെന്ന് അള്ളാഹ് പറയുന്നുണ്ട് സൂറത്തുൽ ഖസസിലൂടെ. അപ്പോൾ ഈ പറഞ്ഞതിനോട് അത് എതിരല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇപ്പം അത് സൃഷ്ടിക്കപ്പെടാൻ പറ്റുകയില്ല എന്ന് ഒന്നാമത്തെ തെളിവ്. ഇനി രണ്ടാമത്തത് അവർ പറഞ്ഞ തെളിവ്, അസാനി, രണ്ടാമത്തെ അവരുടെ ന്യായം, അന്നൽ ജന്നത്ത മഖ്ലൂഖത്തൻ, സ്വർഗം സൃഷ്ടിക്കപ്പെടൽ, വഹിൽ ആനബി സമായി സാബിയ, അത് ഇന്നേരം 7 ആകാശത്തിലാണ്. വലാ യജൂസു മാന്നഹ, അത് അങ്ങനെ ആകലോടുകൂടി ഫി വാഹിദത്തി മിൻഹ, മാന്നഹ വലാ യജൂസു മാന്നഹ ഫി വാഹിദത്തി മിൻഹ അയ്യക്കൂൻ അർലുഹ കാർലി കുല്ലിസ് സമാവാത്തി. അപ്പോൾ 7 ആകാശത്തിലാണ്, അത് അന്തക്കൂന അർലുഹ, അപ്പോൾ ഇത് ആകാശത്തിൽ, ഏതെങ്കിലും ആകാശത്തിലാണെങ്കിൽ അതിൻ്റെ വീതിയാകാൻ പറ്റില്ലല്ലോ, ആകാശങ്ങൾ മുഴുവത്തിൻ്റെ വീതി പോലെ ആകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എങ്ങനെയതാകാം, അത് ആകാശത്തിലാണെന്ന് പറയുകയും ചെയ്യുക, പിന്നെ 7 ആകാശത്തിന്, ഏതെങ്കിലും ഒരു ആകാശത്തിലാണെന്ന് പറയുകയും ചെയ്യുക, ആകാശങ്ങളുടെ 7 ആകാശങ്ങളുടെ അല്ലെങ്കിൽ ഭൂമിയുടെയൊക്കെ എന്താണ് വീതി ഉണ്ടെന്ന് പറയുക, അതെങ്ങനെ ശരിയാകാം. ഖാലു, അവർ പറഞ്ഞു ഫസബത്ത ബിഹാദൈനിൽ വജ്ഹൈനി, ഈ 2 വജ്ഹ് കൊണ്ടും സ്ഥിരപ്പെട്ടല്ലോ, അന്നഹുലാ ബുദ്ധ മിനത്താവി, അപ്പോൾ അത് താവീൽ ചെയ്യണം. അപ്പോൾ നേർക്ക് നേരെ അതിനർത്ഥം പറയാൻ പറ്റൂലല്ലോ, അന്നഹു ലാ ബുദ്ധ മിനത്താവി, താവീൽ വേണം. വദാലികമി വജ്ഹൈൻ, ആ താവീൽ 2 വജ്ഹാണ്. അല്ല പോലും ഒന്നാമത്തേത് അന്നഹു താല ലമ്മാക്കാന ഖാദിറൻ ലാ യസിഉൽ മൻഉ അലൈഹി, അന്നഹു താല, അല്ലാഹു തആല ലമ്മാക്കാന ഖാദിറൻ, അവൻ കഴിവുള്ളവനായപ്പോൾ, ലാ യസിഹുൽ മൻഉ അലൈഹി, അവൻ്റെ മേൽ മൻഉ സഹിയല്ലല്ലോ. വക്കാന ഹക്കീമായപ്പോൾ, അവൻ തന്ത്രജ്ഞാനിയായപ്പോൾ, ലാ യസിഹുൽ ഖുൽഫു ബിവാദി, അവൻ്റെ കരാറിൽ എതിരാകലും എതിരല്ലല്ലോ. അപ്പോൾ ആ നിലക്ക് അപ്പോൾ എന്താ, ഇപ്പം സൃഷ്ടിക്കപ്പെടാൻ പറ്റൂലല്ലോ. അപ്പോൾ സുമ്മ ഇന്നഹു താല, അള്ളാഹു ആദാല ത്വാഅത്തി ബിൽ ജന്ന,
വഴിപ്പെടുന്നവർക്ക് പിന്നെ അള്ളാഹു സ്വർഗം വഴിപ്പെടുന്നവർക്ക് കരാർ ചെയ്തു. ഇപ്പോൾ കാണിച്ച ജന്നത്തു, അപ്പോൾ സ്വർഗം കൽ മായിദത്തിൽ മുഹയ്യത്തിലഹും, അവർക്ക് തയ്യാറാക്കപ്പെട്ട ഒരു ഒരു എന്താണ് മായിദത്ത് പോലെയാണ്, ഒരു വസ്തു പോലെയാണ്. തഷ്ബീഹൻ അത് തഷ്ബീഹൻ സാദൃശ്യമാക്കിയിട്ട് ലിമാസ യഖവു, ആ ശേഷം സംഭവിക്കുന്നതിനോട് സാദൃശ്യമാക്കി. കത്തുക നിലക്ക് ബിൽ വാഖി, വാഖയിലത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന ഒന്നിനോട് സാദൃശ്യമാക്കിയതാണെന്ന്. വഖദ് യഖൂലുൽ മർഉ ലി സാഹിബിഹി, ഒരാളും അവൻ്റെ കൂട്ടുകാരനോട് പറയുമല്ലോ, ആദത്തുലക്കൽ മുക്കാഫത്ത, നിനക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ, നിനക്ക് തുല്യമായത്, നിനക്ക് ഒക്കുന്നത് നിനക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടോ. ഇത് അസമാലിഹ, അതിന് തുല്യമായത് കൊടുക്കാൻ അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, വല്ലം യൂജിദ്, അവനത് എത്തിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ പറയാറുണ്ടല്ലോ. അപ്പോൾ ആ നിനക്ക് പറഞ്ഞതാണ് എന്നൊരു ന്യായം വെക്കണം. വസാനി രണ്ടാമത്തെ അന്നൽ മുറാദ് ഇതാകാണത്തിൽ ആഖിറത്തു അദ്ദഹാലഹും കൗലി താല, കാരണം ആഖിറം അള്ളാഹു താല അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ, ഏതുപോലെ കൗലി താല, അള്ളാഹിൻ്റെ കൗലി പോലെ, വനാദ അസ്ഹാബുന്നാരി അസ്ഹാബുൽ ജന്ന, സ്വർഗ്ഗക്കാർ നരകക്കാരെ വിളിക്കും, നരകക്കാർ സ്വർഗ്ഗക്കാരെ വിളിക്കും. ഇതാക്കാണ് യൗമുൽ ഖിയാമത്തി നാദാന, അന്ത്യനാളിലായാൽ വിളിക്കുമെന്നാണ്. അപ്പോൾ അള്ളാഹു അതിനെ തയ്യാറാക്കി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടത്തും. വനാദ അസ്ഹാബുന്നാരി അസ്ഹാബുൽ ജന്ന എന്ന കൗല് പോലെയാണ്. സ്വർഗ്ഗക്കാർ നരകക്കാരെ വിളിക്കും, നരകക്കാർ സ്വർഗ്ഗക്കാരെ വിളിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കാണ് യൗമുൽ ഖിയാമത്തി നാദാന, അന്ത്യനാൾ അയാൾ വിളിക്കുമെന്നാ. അപ്പോൾ ആ നിലക്ക് ഇത് വെക്കണം. രണ്ട് ന്യായം അവർ പറഞ്ഞിട്ടാ. അൽ ജവാബു, അതിന് ഉത്തരം കൊടുക്കണം എങ്ങനെ? അന്ന കൗലുഹു, അള്ളാഹിൻ്റെ കൗലു, കുല്ലു ഷൈൻ ഹാലിക്കുൻ എന്നുള്ളത് ആമാണ്, എല്ലാം നശിക്കുമെന്ന് പറഞ്ഞത് ആമാണ്. വ കൗലു ഉഇദ്ദത്തിൽ മുത്തഖീന, മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടു എന്നുള്ളത് മാ കൗലിഹി ഉക്കുലുഹ ദായിമൻ, അതിൽ ഉക്കുല് നിത്യമാണ്, അതിൽ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ ഹാസ്വാണ്. അപ്പോൾ ഹാസായ കാര്യമാണ് ഇത്, പ്രത്യേകം പറഞ്ഞ ഇതാണ്, മറ്റ് പൊതുവായി പറഞ്ഞതാണ്. വൽ ഹാസ് മുഖദ്ദമുൻ അലൽ ആമി, ഹാസ് മുന്തിക്കപ്പെടണം, ആമിൻ്റെ മേൽ മുന്തിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അമ്മ കൗലു സാനിയൻ, അപ്പോൾ അള്ളാഹിൻ്റെ കൗലു രണ്ടാമത്തെ, അൽ ജന്നത്തു മഖ്ലൂഖത്തുൻ ഫി സമാഇ സാബിയ എന്ന് പറഞ്ഞല്ലോ, ഏഴാം ആകാശത്തിൽ സ്വർഗത്തെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. കുല നാം പറയും, ഇന്നഹദ് മഖ്ലൂഖത്തുൻ ഫൗക സമാഇ സാബിയ, ഏഴാം ആകാശത്തിന് മുകളിലാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത്. അലാമാ ഖാൽ അലൈഹിസ്സലാം, നബി പറഞ്ഞല്ലോ, ഫി സിഫത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ വിശേഷണത്തിൽ നബി പറഞ്ഞു, സഖ്ഫുഹ അർശുർ റഹ്മാൻ, അതിൻ്റെ മച്ച്, അതിൻ്റെ മേൽക്കൂര റഹ്മാൻ്റെ അർശാണെന്ന് പറഞ്ഞു എന്നുള്ള പറഞ്ഞതുപോലെ. അപ്പോൾ നാം പറയും ഏഴാം ആകാശത്തിന് മുകളിലാണ് സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത്. വയസ്തിബാദിൻ ഫി അയ്യക്കൂനൽ മഖ്ലൂഖു ഫൗക ഷൈഇൽ ആളമിൻ, എന്ത് വിദൂരതയാണുള്ളത്? ഫി അയ്യക്കൂനൽ മഖ്ലൂഖു, സൃഷ്ടിക്കപ്പെടൽ, മഖ്ലൂഖ് ആകൽ, ഫൗക ഷൈ, ഒരു വസ്തുവിൻ്റെ മുകളിൽ മഖ്ലൂഖ് ആകാലോ, ആളമിൻ, അതിനേക്കാൾ വലിയ ഒരു വസ്തു ആകാലോ. ഒരു വസ്തുവിൻ്റെ മുകളിലെ മഖ്ലൂക്ക് ആളമിൻ, അതിനേക്കാൾ വലുതാകാമല്ലോ. അപ്പോൾ ഒരു ചെറിയ വസ്തുവിൻ്റെ മുകളിൽ അതിനേക്കാൾ വലുത് വെക്കാമല്ലോ എന്നാണ്. അത് വിദൂരതയില്ലല്ലോ, അങ്ങനെ വെക്കണതിന് കുഴപ്പമില്ലല്ലോ. അലൈസ അന്നൽ അർശല്ലയോ ആളമല്ലയോ അൽ മഖ്ലൂഖാത്തി, സൃഷ്ടികളിൽ ഏറ്റവും വലിയതാണ് എന്ത്? അർശ് എന്നുള്ളത്. മാന്നഹു, അത് മഖ്ലൂഖൻ സൃഷ്ടിക്കപ്പെടല്ലേ, ഫൗക സമായി സാബിയ, ഏഴാം ആകാശത്തിൻ്റെ മുകളിൽ അതിനെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഏഴാം ആകാശത്തേക്കാൾ വലുതാണല്ലോ എന്ത്? അർശ് എന്നുള്ളത്. അപ്പോൾ അതൊന്നും എന്തില്ല, വിദൂരതയില്ല. അപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ ന്യായം പറഞ്ഞു. എന്താണ്? സ്വർഗം ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതിനാണ് തെളിവ് പറഞ്ഞു കേട്ടോ. അൽ മസ്അലത്തു സാനി, രണ്ടാമത്തെ മസല കൗലുഹു, അള്ളാഹിൻ്റെ കൗലു, ഉഇദ്ദത്തിലില്ലദീനാമനു ബില്ലാഹി വറസൂലിഹി, ആ സ്വർഗം തയ്യാറാക്കപ്പെട്ടത് വിശ്വസിച്ചവർക്കും അള്ളാഹുവിലും അവൻ്റെ മുർസലീങ്ങളിൽ വിശ്വസിച്ചവർക്ക് തയ്യാറാക്കപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. ഫീഹി, ഇതിലുണ്ടാവുമു റജാഇൻ, വലിയ പ്രതീക്ഷയുണ്ട്, വഖ്വാമൻ, വലിയൊരു ആഗ്രഹം, വലിയ ആഗ്രഹവും ശക്തിയായ ആഗ്രഹവും ഇതിലുണ്ട്. കാരണം നമുക്ക് ആഗ്രഹിക്കാവുന്ന ഒരു കാര്യം അതിലുണ്ട്. കാരണം ഇത് ദക്കറ, അള്ളാഹ് പറഞ്ഞത് അന്നൽ ജന്നത്ത, സ്വർഗം, ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടത് ലിമൻ ആമന ബില്ലാഹി വറസൂലിഹിന, അള്ളാഹുലും മുർസലീങ്ങളിലും വിശ്വസിച്ചവർക്ക് തയ്യാറാക്കപ്പെട്ടു എന്നല്ല പറഞ്ഞത്. വലം യദ്കുർ, അള്ളാഹ് പറഞ്ഞില്ല മാൽ ഈമാനി, ഈമാനിൻ്റെ കൂടെ ഷൈഅൻ ആഖർ, മറ്റൊന്നും കൂടി പറഞ്ഞിട്ടില്ല.
ഈമാനിൻ്റെ കൂടെ മറ്റൊന്ന് ഈമാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ, മറ്റൊന്ന് പറഞ്ഞില്ലല്ലോ, പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തുണ്ട്, ഇത് വലിയൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ വൽ മുഅ്തസില വിഭാഗം വൈൻ ജാമു, അവർ വാദിച്ചിട്ടുണ്ടെങ്കിലും ശരി, അന്ന ലഫ്ളൽ ഈമാൻ, ഈമാൻ എന്നത് യുഫീദു ജുംലത്ത ത്വാഅത്തി, ത്വാഅത്തിൻ്റെ കൂട്ടത്തെയും ഉൾപ്പെടുത്തുന്നുണ്ട്. യുഫീദു അത് ഉൾപ്പെടുത്തും, ജുംലത്ത ത്വാഅത്തി അത് ബിഹുക്കുമി തസറുഫി ഷറഈ, ഷറഇൻ്റെ ക്രിയവിക്രയത്തിൻ്റെ ഹുക്കുമ് കൊണ്ട് ഈമാൻ എന്നത് എന്താണ്, ത്വാഅത്തിനെ കൂടി ഉൾപ്പെടുത്തുമെന്ന് അവർ വാദിച്ചിട്ടുണ്ടെങ്കിലും ലാക്കിന്നഹും, എങ്കിലും അവർ ഇത്തറഫ് അവർ സമ്മതിച്ചിട്ടുണ്ട്, ബിഅന്ന ലഫ്ളൽ ഈമാൻ, ഈമാൻ എന്ന ലഫ്ള് ഇദാ ഉദ്യ ബി ഹർഫിൽ ബായ് കൊണ്ട് അതിനെ വിട്ടുകടത്തിയാൽ ഫൈനഹു ബാഖിൻ അലാ മഫ്ഹൂമിഹിൽ അസ്ലി, അപ്പോൾ അതിൻ്റെ അസ്ലിയായ മഫ്ഹൂമിൻ്റെ മേൽ മാത്രം ബാക്കിയാകും. വഹു തസ്ദീഖ്, അതെന്താണ്, ഈമാനാണ്. അപ്പോൾ ഈമാൻ എന്ന തസ്ദീഖാണ്, വാസ്തവമാക്കുക. അപ്പോൾ അത് മാത്രമേ കിട്ടുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണ്ട, മറ്റു വഴിപ്പെടലൊന്നും ഇതിന് ഉൾപ്പെടുത്തുന്നില്ല എന്നവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഫൽ ആയത്ത് ഹുജ്ജത്തുൻ അലൈഹി, അപ്പോൾ ഈ ആയത്ത് അവർക്കെതിരാണ്, അവർക്കെതിരായിട്ട് പറയാം. കാരണം ബാഗ് കൊണ്ടല്ലേ വിട്ടുകിടന്നത്. അപ്പോൾ എന്താ, ഈമാനിൽ മറ്റു ത്വാത്തുകളൊന്നും ഉൾപ്പെടുകയില്ല എന്ന് പറയാം. വലായത്ത് ഹുജ്ജത്തുൻ അലൈഹിം മിമ്മാ യതഅക്കദു ബിഹി മാ ദക്കർനാഹു ഖൗലു ബാദ ഹാദിലായ വ മിമ്മാ യതഅക്കദു ബിഹി, അതുകൊണ്ട് ശക്തിപ്പെടും, മാ ദക്കർ നാം പറഞ്ഞ ഒന്ന്, ഖൗലുഹു അള്ളാഹിൻ്റെ ഖൗല്, ബാദ ഹാദിൽ ഈ ആയത്തിന് ശേഷമുള്ള അള്ളാഹുവിൻ്റെ ഖൗൽ നാം പറഞ്ഞ ഒന്നിനെ ശക്തിപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ്. ദാലിക ഫദ്ലുല്ലാഹി, അത് അള്ളാഹിൻ്റെ ഔദാര്യമാണ്, യൂത്തീഹി അള്ളാഹ് അതിനെ നൽകും, മയ്യശാവിന് ഉദ്ദേശിച്ചവർക്ക് നൽകുന്നു. യഗ്നി അതായത് അന്നൽ ജന്നത്ത, സ്വർഗം എന്നുള്ളത് ഫദ്ലുൻ അതൊരു ഔദാര്യമാണ്, അല്ലാതെ ലാ മുആമലത്തുൻ അത് എന്തല്ല, പകരം നൽകലല്ല, അമൽ ചെയ്തതിന് പകരം കിട്ടുന്നതല്ല. അതെന്താണ്, അത് ഒരു ഔദാര്യം നൽകലാണ്. അപ്പോൾ ഫഹുവ യൂത്തിഹ, അപ്പോൾ അള്ളാഹ് അതിനെ നൽകുന്നത് മയ്യശാവിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ ഇഷ്ടപ്പെട്ടവർക്ക് നൽകും. സവാവൻ അത്താൻ വഴിപ്പെടട്ടെ, ഔ അസല്ല എതിരി ചെയ്യട്ടെ. അപ്പോൾ അള്ളാഹ് ഇഷ്ടപ്പെട്ട ഫൈങ്കിലെ ചോദിക്കപ്പെട്ടാൽ ഫൽസമുക്കുമൻ തഖ്തഊ ബി ഹുസൂൽ ജന്നത്തിൽ ജമീൽ ഉസാത്തി, ഫയൽസമുക്കും അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാകുമല്ലോ, അൻ തഖ്തഊ നിങ്ങൾ ഉറപ്പിച്ച് പറയല്, ബി ഹുസൂൽ ജന്നത്തിൽ ജമീൽ ഉസാത്തി മുഴുവൻ ദോഷികൾക്കും സ്വർഗം കിട്ടുമെന്ന്, വാൻ തഖ്തഊ ബി അന്ന ലാ ഇഖാബ ലഹും അതുപോലെ തന്നെ അവർക്ക് ശിക്ഷയില്ല എന്ന് ഉറപ്പിച്ച് പറയൽ നിങ്ങൾക്ക് നിർബന്ധമാകുമല്ലോ എന്ന് ചോദിക്കപ്പെട്ടാൽ ഖുൽനാ നാം പറയും, നഖ്തഊ ബി ഹുസൂൽ ജന്നത്തി ലഹും നാം ഉറപ്പിച്ച് പറയുന്നു സ്വർഗം അവർക്ക് കിട്ടും. വലാ നഖ്തഊ നാം ഉറപ്പിച്ച് പറയുന്നില്ല ബിനഫിൽ ഇഖാബി അൻഹും അവരെ തൊട്ട് ദോഷം പോകുമെന്ന് നാം എന്ത് ചെയ്യുന്നില്ല, ഉറപ്പിച്ച് പറയുന്നില്ല. അവരെ തൊട്ട് ശിക്ഷ ഇല്ലാതാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നില്ല, സ്വർഗം ഉണ്ടാകുമെന്ന് നാം ഉറപ്പിച്ച് പറയും. അതായത് വിശ്വസിച്ച ആളുകൾക്ക്, അവർ തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും വിശ്വസിച്ച ആളുകൾക്ക് സ്വർഗം കിട്ടുമെന്ന് നാം ഉറപ്പിച്ച് പറയുന്നു. പക്ഷേ ശിക്ഷയില്ല ഉണ്ടാകില്ല എന്ന് നാം ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം ലന്നഹും ഇദാ ഉദ്ദിബു മുദ്ദത്തൻ, അവരൊരു കാലഘട്ടം ശിക്ഷിക്കപ്പെട്ടു, സുമ്മ നുഖിലു ഇലൽ ജന്ന പിന്നെ അവരെന്ത് ചെയ്യും, സ്വർഗത്തിലേക്ക് അവരെ നീക്കപ്പെട്ടാൽ ഇപ്പോൾ ബഖൗ ഫിഹ അബദൽ ആബാദി അങ്ങനെ അവർ കാലാകാലം അതിൽ ശേഷിക്കും. അപ്പോൾ ഫഖദ് കാനത്തിൽ ജന്നത്ത് മുഅദ്ദത്തൻ ലഹു, അപ്പോൾ സ്വർഗം അവർക്ക് തയ്യാറാക്കപ്പെട്ടതാകുമല്ലോ, അപ്പോൾ സ്വർഗവും അവർക്ക് തയ്യാറാക്കപ്പെട്ടതാകും. അപ്പോൾ അതുകൊണ്ട് ഈമാനുണ്ട്, തെറ്റ് ചെയ്താലും സ്വർഗം കിട്ടും, അതിൻ്റെ കാലത്ത് ശിക്ഷ കഴിഞ്ഞതിന് ശേഷം. പൈങ്കില ചോദിക്കപ്പെട്ടാൽ എന്ത് ചോദിക്കപ്പെടുന്നത്, ഇപ്പോൾ വാജബ അപ്പോൾ പൈങ്കില ചോദിക്കപ്പെട്ടു, ഫൽ മുർത്തദ്ദു കത് ആമന ബില്ലാഹി അല്ലേ, മുർത്തദ്ദായ ആൾ മതത്തിൽ നിന്ന് പുറത്തു പോയ ആളും അള്ളാഹുവിൽ വിശ്വസിച്ചവനല്ലേ. അപ്പോൾ ഫവാജബ യദ്ഖുല തഹ്തലായ, അപ്പോൾ അയാളും ഈ ആയത്തിൻ്റെ ചോടെ കിടക്കേണ്ട, ഈ ആയത്തിൻ്റെ ഉള്ളിൽ കിടക്കേണ്ടതല്ലേ. ഉൽത്തു ഞാൻ പറയുന്നു, ഹുസ്സ മിനൽ ഉമൂമി അത് ആമായ കാര്യത്തിൽ നിന്നും അതിനെ പ്രത്യേകമാക്കിയതാണ്. അപ്പോൾ ഫയബ്ഖൽ ഉമൂമു ഹുജ്ജത്തൻ ഫീമ അദാഹു, അപ്പോൾ ഉമൂം എന്നുള്ളത് ഹുജ്ജത്തൻ ഫീമ അദാഹു ഇതല്ലാത്ത ഒന്നിലാണ് തെളിവ്. അപ്പോൾ ഇത് ഖാസാക്കി അവരതിൽ നിന്ന് ഒഴിവാക്കിയതാണ്. ആരെ, മുർത്തദ്ദിനെ. ഇനി അടുത്ത് സുമ്മ ഖാലത പിന്നെ അള്ളാഹ് പറഞ്ഞല്ലോ, ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ,
അത് അള്ളാഹിൻ്റെ ഔദാര്യമാണ്. സ്വർഗം എന്നുള്ളത് യൂത്തീഹി മയ്യഷ, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് അത് നൽകുമെന്ന് പറഞ്ഞല്ലോ. ജാമ ജുംഹൂർ അസ്ഹാബിന, നമ്മുടെ അസ്ഹാബുകളിൽ നിന്നൊരു കൂട്ടം പറഞ്ഞു, ജുംഹൂർ പറഞ്ഞു, അന്ന നഈമൽ ജന്ന, സ്വർഗത്തിലെ അനുഗ്രഹം തഫല്ലുലാണ്. സ്വർഗം എന്ന അനുഗ്രഹം തഫല്ലുലൻ മഹലുൻ, അത് തനിച്ച ഔദാര്യമാണ്. ലാന്നഹു മുസ്താഖും ബിൽ അമൽ, അത് അമല് കൊണ്ട് ബന്ധിക്കപ്പെട്ടതല്ല. നമുക്ക് അള്ളാഹ്ക്ക് നമ്മൾ ഇബാദത്ത് ചെയ്തതിന് പകരം കിട്ടുന്നതല്ല, അത് അള്ളാഹ് ഔദാര്യമായി തരുന്നതാണ്. വഹാദ ഇത് ഐലൻ ഖൗലു കഅബി മിനൽ മുഅ്തസില, ഇത് മുഅ്തസിലിയത്തിൽപ്പെട്ട കഅബി എന്നവരുടെ വാക്കും ഇത് തന്നെയാണ്. നാം ഈ പറഞ്ഞ ഈ അസ്ഹാബ് പറഞ്ഞത് തന്നെയാണ്. വഹത്തജ്, അവർ തെളിവിടിച്ചു അലാസിയത്തി ആദിൽ മദ്ഹബി വ്യാദിലായ, ഈ മദ്ഹബ് സഹിയാണ്, ഈ ആയത്ത് കൊണ്ട് അവർ തെളിവിടിച്ചു. സഹിയാണെന്നതിന് ഈ ആയത്താണ് തെളിവ്. അത് അവർ അള്ളാഹ് ഫദ്ലുല്ലാ എന്നല്ല പറഞ്ഞത്. അജാബൽ ഖാലിയൻ, ഖാലി എന്നവർ ഇതിന് മറുപടി കൊടുത്തു. ഫഖാലാണ്ട് അദ്ദേഹം പറഞ്ഞു, ഹാദാ ഇന്നമാ യൽസമു ലവിംതന ബൈന കൗനിൽ ജന്നത്തി മുസ്തഹഖത്തൻ, ഹാദാ ഇത് ഇന്നമാ യൽസമു, അത് നിർബന്ധമാകുന്നത്, ലവിംതന ബൈന കൗനിൽ ജന്നത്തി, സ്വർഗം ആകുന്നതിൻ്റെ, മുസ്തഹഖത്തൻ ബന്ധിക്കപ്പെട്ടതാകുന്നതിൻ്റെയും, ഒബൈന കൗനിയ ഫദ്ല മിനല്ലാഹി, അള്ളാഹുവിന് ഔദാര്യമാകുന്നതിൻ്റെയും ഇടയിൽ ഇംതിനാ ഉണ്ടായ, തടസ്സമുണ്ടായാലാണ് ഇത് നിർബന്ധമാകുക. വമായിദാ സഹ ഇജ്തിമാഉ സിഫത്തൈനി, അപ്പോൾ രണ്ട് സിഫത്ത് ഒരുമിച്ച് കൂടിയാലോ സഹിയാകും. രണ്ട് സിഫത്തും ഒരുമിച്ച് കൂടെ സഹിയായാൽ ഫലാ യസിഹു ആദൽ ഇസ്തിദ്ലാ, അപ്പോൾ ഈ സിഫത്ത്, ഈ തെളിവ് പിടിക്കൽ സഹിയാകൂല. ഈ തെളിവ് പിടിക്കൽ സഹിയാവുകയില്ല. അപ്പോൾ രണ്ട് സിഫത്തും ഒരുമിച്ച് കൂടൽ സഹിയായാൽ ഫലാ യസിഹു ആദൽ, ഈ ഇസ്തിദ്ലാൽ എന്താവില്ല, സഹിയാകൂല. വൈന്നമാ ഖുൽന, തീർച്ചയായും നാം പറഞ്ഞു, ഇന്നഹു ലാ മുനാഫാത്ത ബൈന ഹാദിൽ വസ്ഫൈനി, ഈ രണ്ട് വസ്തു ഒരുമിച്ച് കൂടൽ വൈരുദ്ധ്യം ഇല്ലല്ലോ. അതായത് അള്ളാഹു അത് അമൽ ചെയ്തിട്ടും കൊടുക്കുക, ഔദാര്യമായിട്ടും കൊടുക്കുക, അത് രണ്ടും ഒരുമിച്ച് കൂടിയാൽ കുഴപ്പമില്ലല്ലോ. കാരണം അന്നഹു താല പറഞ്ഞു, ഹുവൽ മുത്തഫദ്ദിലു ബിൽ ഉമൂരില്ലത്തി യതമക്കനുൽ മുതകല്ലഫു മാഹാ മിൻ കസ്ബി ഹാദിൽ ഇസ്തിഖാഖി, അള്ളാഹു താല ഹുവൽ മുത്തഫദ്ദിലു, അവൻ ഔദാര്യം കൊടുക്കും, ബിൽ ഉമൂരി ചില കാര്യങ്ങൾ, അല്ലത്തി എങ്ങനത്തെ കാര്യം, യതമക്കനുൽ മുത്തകല്ലിഫ് സൗകര്യമാകും, അതോടുകൂടി, മിൻ കസ്ബി ഹാദിൽ ഇസ്തിഖാഖി, ഈ ഇസ്തിഖാഖിനെ ചെയ്യലിനാൽ മുത്തക്കല്ലിഫ് സൗകര്യമായ കാര്യത്തോടു കൂടി അള്ളാഹ് മുത്തഫദ്ദിലുമാണ്, അള്ളാഹു ഔദാര്യം കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫലമാ കാന താല മുത്തഫദ്ദിലൻ ബിമാ യക്സിബു അസ്ബാബ ഹാദിൽ ഇസ്തിഖാഖി കാന മുത്തഫദ്ദിലൻ ബിഹാ, അപ്പോൾ അള്ളാഹു താല മുത്തഫദ്ദിലൻ ഔദാര്യം ചെയ്യുന്നവനായപ്പോൾ, ബിമാ യുക്സിബു അവൻ സമ്പാദിക്കുന്ന ഒന്നുകൊണ്ട്, അസ്ബാബ ഹാദിൽ ഇസ്തിഖാഖി, ഈ ഇസ്തിഖാഖിൻ്റെ കാരണങ്ങളെ സമ്പാദിക്കുന്നത് കൊണ്ട്, അങ്ങനെ ആയപ്പോൾ കാന മുത്തഫദ്ദിലൻ ബിഹ, അള്ളാഹ് അതുകൊണ്ട് ഔദാര്യം ചെയ്യുന്നവനായി എന്ന് പറയാം. കാല, അദ്ദേഹം പറയും, വലമ്മാ സബത്ത ഹാദ, ഇത് സ്ഥിരപ്പെട്ടപ്പോൾ, സബത്ത എന്ന കൗല്, അള്ളാഹിൻ്റെ കൗല് സ്ഥിരപ്പെട്ടു, യൂത്തിഹി മൻ യശാ എന്ന കൗല്, അള്ളാഹ് ഉദ്ദേശിച്ചവർക്ക് നൽകും. അതിൽ ആ ബുദ്ധ വാൻ തക്കൂന മശ്രൂത്ത ബിമാ യസ്തഹിഖുഹു, കൂടാതെ വാൻ യക്കൂന മശ്രൂത്താകൽ ബിമാ യസ്തഹിഖുഹു, ഷർത്താക്കപ്പെട്ടതാകൽ, ബിമാ യസ്തഹിഖുഹു, ബിമാ ഒന്നുകൊണ്ട്, യസ്തഹിഖു അതിനോട് ബന്ധിക്കുന്ന ഒന്നുകൊണ്ട് ഷർത്താക്കപ്പെടൽ കൂടാതെ കഴിയില്ല. വലൗലാ ദാലിക ലം യക്കുൻ ലി ഖൗലിഹി മിൻ ഖബ്ലു, വലൗലാ ദാലിക അതില്ലാതിരുന്നെങ്കിൽ, ലം യക്കുൻ ലി ഖൗലിഹി അള്ളാഹിൻ്റെ കൗലിന് ഉണ്ടാകുമായിരുന്നു, മിൻ ഖബ്ലു മുമ്പുള്ള കൗലിന് ഒരു മാനം ഉണ്ടാകുമായിരുന്നു. സാബിഖു ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും എന്ന് പറയും, നിങ്ങൾ റബ്ബിൽ നിന്നുള്ള പൊറുക്കലിലേക്ക്, പാപമോചനത്തിലേക്ക് മുൻകടക്കൂ എന്ന കൗലിന് ഒരു ഫായ്ദ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇനി വാലം നീ അറിയണം, അന്നഹാദ ലൈഫൻ, ഈ പറഞ്ഞത് ലൈഫാണ്. കാരണം ലന്ന കൗലഹു താല, അള്ളാഹു മുത്തഫല്ലിലൻ ഔദാര്യം ചെയ്യുന്നവനാവുക എന്നുള്ളത്, യസ്ബാബി ദാലിക്കൽ, ഈ കസ്ബ് കാരണം കൊണ്ടാണ് എന്നത്, ലാ യുജിബു കൗനുഹു താല മുത്തഫദ്ദൻ ബി നഫ്സിൽ ജന്ന, ലാ യുജിബു കൗനുഹു താല, അത് നിർബന്ധമാക്കൂല അള്ളാഹ് ആകൽ
സ്വർഗത്തിൻ്റെ നെഫ്സ് കൊണ്ട് സ്വർഗം കൊണ്ട് ഔദാര്യം ചെയ്യുന്നവനാകൽ നിർബന്ധമാക്കൂല. കാരണം ഫൈന്ന മൻ വുഹിബ മിൻ ഇൻസാനിൻ ഫൈന്ന മൻ വുഹിബ മിൻ ഇൻസാനിൻ കാഹിദ്, ഒരു മനുഷ്യന് ഫ്രീ ആയി നൽകി ഒരു കടലാസ്, വദവാത്തൻ ഒരു പേനയും മഷിയും, വദവാത്തൻ മഷിയും കലമൻ പേനയും നൽകി, സുമ്മ ദാലിക്കൽ ഇൻസാൻ പിന്നെ ആ മനുഷ്യന് കത്തബ ദാലിക്കൽ മിതാദി ആ മഷി കൊണ്ട് എഴുതി, അലാ ദാലിക്കൽ കാഹിദി ആ കടലാസിൻ്റെ മേൽ മുസാഫൻ ഒരു മുസാഫ് എഴുതിയാൽ, വബാഅഹു മിനൽ വാഹിബി അവനതിനെ വാഹിബിൽ നിന്ന് വിൽക്കുകയും ചെയ്താൽ, ലായുക്കാല് പറയപ്പെടുകയില്ല ഇന്ന അദാ ദാലിക്ക സമനി തഫ്ളീലൻ ആ സമന് വീട്ടൽ തഫ്ളീലാണ് എന്ന് പറയില്ല. ബൽ യുക്കാല് പറയപ്പെടും ഇന്നഹു മുസ്തഹഖൻ അത് അവന് ബന്ധിക്കപ്പെട്ടതാണെന്ന് പറയുക. അപ്പോൾ കഥാ ഹാവുന അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണല്ലോ. ബൽ യുക്കാല് എങ്കിലും പറയപ്പെടും ഇന്നഹു മുസ്തഹഖ് വകഥ വമാ ഖൗലു അവ്വല. അപ്പോൾ അള്ളാഹ് ആദ്യം പറഞ്ഞത് ഇന്നഹു ലാബുദ്ദ മിനൽ ഇസ്തിഹ്ഖാഖി ഇസ്തിഹ്ഖാഖ് കൂടാതെ കഴിയുകയില്ല. വയില്ല അങ്ങനെ അല്ലെങ്കിൽ ലം യക്കുൻ ലി ഖൗലി മിൻ ഖബ്ലു സാബിഖു ഇലാ മഗ്ഫിറ എന്ന് പറഞ്ഞല്ലോ, മാന ഉണ്ടാവില്ല എന്ന്. അപ്പോൾ വജബ അതിനുള്ള മറുപടി എന്താ, അന്ന ഹാദൽ ഇസ്തിദ്ലാൽ ഈ തെളിവ് പിടിക്കൽ വലിയ അത്ഭുതമാണ്. കാരണം ലിഅന്നൽ മുതഫള്ളിലി ഔദാര്യം ചെയ്യുന്നവനിക്കൊണ്ട് യസ്റുത ഷർത്താക്കൽ ഫി തഫല്ലുലിഹി അവൻ്റെ ഔദാര്യത്തിൽ അയ്യ ഷർത്തിന് അവൻ ഉദ്ദേശിച്ച ഏതെങ്കിലും ഷർത്തിനെ ഷർത്താക്കൽ ജായിസല്ലേ. ഔദാര്യം കൊടുക്കുന്ന അവന് അയാൾ ഔദാര്യം കൊടുക്കാൻ എന്തെങ്കിലും ഷർത്ത് വെക്കാലോ. വേക്കൂലു അണ്ടല്ല യാ അത്തഫല്ലു ഇല്ലാമ അണ്ടവന് പറയാലോ, ലാ തഫല്ലു ഞാൻ നിനക്ക് ഔദാര്യം ചെയ്യൂല ഇല്ലാമ ഹാദ ഷർത്ത് ഈ നിബന്ധനയോടുകൂടി അല്ലാതെ ഔദാര്യം ചെയ്യൂല. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നല്ലപോലെ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്, അത് മനസ്സിലാക്കാം. ഇനി സുമ്മ കാലത്താല പിന്നെ അള്ളാഹ് പറഞ്ഞു അല്ലാഹുൽ ഫാദിലുൽ അലീം അള്ളാഹു വലിയ ഉടയവനാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. വൽ മുറാദ് ബിനു ഇതിനാനുള്ള മുറാദ് തംബീഹാൻ അലാ ഇദമി ഹാലിൽ ജന്ന വലിയ ഔദാര്യം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സ്വർഗത്തിൻ്റെ എന്താണ് ഉന്നതിയുടെ മേലെ അത് അറിയിക്കുന്നുണ്ട്. കാരണം വദാലിക്കതിൽ അന്നദൽ ഫാദിലിൽ അലീമി വലിയ ഔദാര്യം ഇതാ അൻ മദഹബിന് ഈ അള്ളാഹ് നൽകിയാൽ ഒരു ഒരു ധർമ്മം നൽകി ഒരു സമ്മാനം നൽകിയാൽ മദഹബിഹി നഫ്സ് കൊണ്ട് അള്ളാഹ് അതുകൊണ്ട് അവൻ്റെ ശരീരത്തെ അവനെ മദഹ് ചെയ്തു, വസ്നാബി സബബിഹി അലാ നഫ്സിഹി അതിൻ്റെ കാരണം കൊണ്ട് അവൻ്റെ മേൽ അവൻ സ്തുതിച്ചു. അപ്പോൾ അത് ഫൈനഹു ലാബുദ്ദ വാഞ്ഞക്കൂന താലിക്കല്ലാത്ത അലീമൻ അപ്പോൾ അതാകുന്നത് വാഞ്ഞക്കൂന താലിക്കല്ലാത്ത ആ അത്താവ് എന്താകും അലീമ വണ്ണമായതാകൽ കൂടാതെ കഴിയുകയില്ലല്ലോ. അപ്പോൾ അള്ളാഹ് ഒരു കാര്യം വലിയ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സ്വർഗത്തിൻ്റെ കാര്യം വലുതാണ്. അള്ളാഹ് പറഞ്ഞല്ലോ വലിയ ഔദാര്യം നൽകി എന്നല്ലേ പറഞ്ഞത്. വഖൗലുഹു തആല അള്ളാഹിൻ്റെ കൗല് വമാ അസ്വാബ ഇനി ഇൻഷാ അള്ളാഹ് അടുത്തത് അത് വലിയൊരു കാര്യമാണ്, ഖദറിനെ പറ്റിയുള്ള വിഷയം. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.